നമസ്കാരം. തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ പ്രചരണം മുന്നേറുകയാണ്. ബി.ജെ.പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഏറെ മുന്നേറി കഴിഞ്ഞു എന്നുള്ളതാണ്, പ്രചരണത്തിൽ ഏറെ മുന്നേറി കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുജനാഭിപ്രായം. അദ്ദേഹത്തിൻ്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പര്യടന പരിപാടികളാണ് ഇന്ന് നടന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹം വട്ടിയൂർക്കാവിൽ യുവ വോട്ടർമാരെ കണ്ടു. ഇപ്പോൾ ശാസ്തമംഗലത്ത് മുതിർന്ന വോട്ടർമാരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിക്കഴിഞ്ഞതേയുള്ളൂ. എന്തായാലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ബി.ജെ.പി തിരുവനന്തപുരത്ത് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ബി.ജെ.പിയും മുന്നോട്ട് വയ്ക്കുന്നത് വികസന വിഷയങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളും വികസനത്തിൻ്റെ നേർക്കാഴ്ചകളുമാണ് ബി.ജെ.പി വോട്ടർമാരുമായി പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനു മുന്നിലത്തെ 10 കൊല്ലം UPA സർക്കാരിൻ്റെ 10 കൊല്ലത്തെ നമ്പേഴ്സുമായി ആ 10 കൊല്ലത്തെ വിവിധ സൂചികകളുമായി ബി.ജെ.പി ഒരു താരതമ്യ പഠനം കൂടി ഇപ്പോൾ വോട്ടർമാരുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയം അത് എടുത്തു കാണിക്കുന്ന വിഷയങ്ങളും ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ മറ്റ് ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വികസനത്തിന് അതീതമായ ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. അതായത് CAA പോലുള്ള വിഷയങ്ങൾ, ഇസ്രയേൽ ഹമാസ് യുദ്ധം, അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ, മണിപ്പൂർ വിഷയം, ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന കാര്യമല്ല. മാത്രമല്ല, വികസന രാഹിത്യം അത് ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനാണ് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഇടതു വലതു മുന്നണികൾ ചർച്ചയാക്കുന്നത് എന്നാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ബി.ജെ.പി തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവിധ മേഖലകൾ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലെ ജനവിഭാഗങ്ങളെ പ്രത്യേകം കാണുക എന്ന രീതിയാണ് ഇപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥി സ്വീകരിച്ചു വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പ് അദ്ദേഹം യുവ വോട്ടർമാരെ കണ്ടു, അവരുമായി ആശയവിനിമയം നടത്തി, തൻ്റെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ അദ്ദേഹം മുതിർന്ന വോട്ടർമാരുമായി അദ്ദേഹം സംവദിച്ചു. ശാസ്തമംഗലം ജംഗ്ഷനിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മുതിർന്ന വോട്ടർമാരുമായി സംവദിച്ച പരിപാടി നടന്നത്. വലിയ ജനാവലിയാണ് ഈ രീതിയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി പങ്കെടുക്കുന്ന പരിപാടികളിൽ എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ നഗര കേന്ദ്രീകൃതം, അതായത് 7ഓളം മണ്ഡലങ്ങൾ ഈ തിരുവനന്തപുരത്തുണ്ട്, 7ഓളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇതിൽ നഗരമണ്ഡലങ്ങളായ വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ബി.ജെ.പിക്ക് എപ്പോഴും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത് ഈ മണ്ഡലങ്ങളിലെ തന്നെ തീരദേശ മേഖലയും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര, കോവളം, പാറശാല തുടങ്ങിയ മണ്ഡലങ്ങളുമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു അവസരത്തിൽ ആ മേഖലകളിലെയും ജനങ്ങൾ സ്ഥാനാർത്ഥിക്ക് വലിയ പ്രതീക്ഷയോടുകൂടി സ്വീകരണം നൽകുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ജീവൽ പ്രശ്നങ്ങൾ കൂടി ഇപ്പോൾ ബി.ജെ.പി ഏറ്റെടുത്ത പ്രചരണവുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീരദേശ മേഖലയിലെ കടൽക്ഷോഭം, അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ കുടിവെള്ളക്ഷാമം, പാർപ്പിട പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ബി.ജെ.പി സ്ഥാനാർത്ഥി ചർച്ചയാക്കുന്നുണ്ട്. ആ രീതിയിൽ ഇടതുവലത് മുന്നണികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രവുമായി ഏറെ മുന്നിലാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.